ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളെന്ന് വെള്ളിയാഴ്ചയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആയപ്പോൾ ഇപ്പോൾ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ കുട്ടികൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിതാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ അമ്മമ്മ ചെല്ലാൻ പറഞ്ഞിട്ട് ചെറിയ മോൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളരിക്കയും ചിരങ്ങയും പിന്നെ ഒരു ചക്കയും അമ്മ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്ക കട്ട് ചെയ്തിട്ട് പച്ചയാണെങ്കിൽ നമുക്കത് മുറിച്ചിട്ട് കൂട്ടാൻ വെക്കാം, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് അമ്മ മുറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ബിരിയാണി വെക്കാനുള്ള ചിക്കപ്പോൾ കൊടുന്നതിന് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുള്ളല്ലോ, അപ്പോൾ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളത് ഇതാ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതാ ഞാൻ അത് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇമ്മ അപ്പോഴേക്കും ചക്കയൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ചുള പറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മധുരം വന്നിട്ടുണ്ട്. അപ്പം എന്താ അത് കൂട്ടാൻ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ പുറത്ത് അടുപ്പിൽ ഇതാ അരി വേവിക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയൊക്കെ അമ്മ വേവിച്ച് ഊറ്റി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മസാല കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്നാവുമല്ലോ. പിന്നെ ചിക്കനും കൂടി ഇട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തൊക്കെ വെച്ച് സെറ്റാക്കിയിരുന്നു കേട്ടോ. പിന്നെ അതാ ചോറൊക്കെ ഇട്ട് ചിക്കനൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ദം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ പുറത്ത് അടുപ്പിൽ തന്നെ ഒന്ന് ദമ്മാവാൻ വേണ്ടിയിട്ട് കുറച്ച് മേലെ തീയൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കനത്തിന് വേണ്ടിയിട്ട് അമ്മിക്കുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോവുകയാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടുക്കളയ്ക്ക് വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ പള്ളിയിൽ പോവുകയാണ്. മക്കൾ രണ്ടാളും അവിടെ ഡ്രസ്സ് മാറ്റുന്നുണ്ട് കേട്ടോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പാൻ്റെ വണ്ടിയുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചെറിയ ആൾ ഇതാ മാറ്റി വന്നിട്ടുണ്ട്. ഇനി വലിയ ആൾ വന്നിട്ട് രണ്ടാളും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ പള്ളിയിൽ പോവുക. അപ്പോൾ അവർ പിന്നെ അവിടെ മൂർക്കനാട്ട് പള്ളിക്കൊക്കെയാണ് കേട്ടോ പോവൽ. ഇപ്പോൾ ഇവിടെയുള്ള പള്ളിക്കൊക്കെയാണ് പോവൽ. അവരുടെ നാട്ടിലുള്ള പള്ളിക്കൊക്കെ പോകുക. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ ഒരു രണ്ടാളും കൂടി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് നേരം വൈകിക്കണമെന്ന് പറഞ്ഞതിനാണ് കേട്ടോ അവനിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. പള്ളിയിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവില്ല, നിങ്ങളല്ലേ പറയാണ് ബാങ്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ രണ്ടാളും കൂടി അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പാൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. 2 മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇവർക്ക് കൊടുക്കുക പോവാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് ഞാൻ ഒരു പോയിൻ്റ് ശേഷം കുളിക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ട് ഇപ്പാക്ക് ഇമ്മതിന്ന് ചോറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മക്കളും വന്നു. എല്ലാവരും ചോറൊക്കെ തിന്നിട്ട് ഒന്ന് കിടന്നുറങ്ങി നീച്ച് പിന്നെ ഞങ്ങൾ അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് ഒന്ന് വെറുതെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. അമ്മ പറഞ്ഞു ഞമ്മക്ക് അവിടെ പറമ്പിലൊന്ന് പോയോക്കാം, അവിടെ വാഴക്കൊല പൊട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ചിരങ്ങൊക്കെ എന്തായിന്ന് പോയോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ചെറിയ മുളകാണ്, എന്നാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നല്ല വെയിലും അല്ലായിരുന്നു. അപ്പം ഞാൻ 2 നേരം നനക്കലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നനക്കലൊക്കെ കുറവായതുകൊണ്ട് ഒന്ന് പിന്നാക്കം നിന്നിരുന്നു തയ്യൽ കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ വന്നതിൻ്റെ ശേഷം നനക്കും. പിന്നെ മഴയൊക്കെ കിട്ടിയതുകൊണ്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ തയ്യമ്മയും പൂവൊക്കെ ഇട്ടിട്ട് കായ ഇങ്ങനെ ഉണ്ടാവൽ തുടങ്ങിയിരിക്കണു. പിന്നെ ഞാനിതാ പറമ്പക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ മൂത്താപ്പാൻ്റെ മകനിക്ക് ഇവിടെ വീട് പണിയുണ്ട്. അപ്പം അവിടെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി നോക്കി എന്തായിക്കണ്. ഇപ്പോൾ പറഞ്ഞിരുന്നു ചിരങ്ങൻ്റെ വിത്ത് ഇപ്പോൾ കുത്തിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും പാടെ അതൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ കിണറിൽ വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ് കേട്ടോ. ഈ മഴയൊക്കെ പെയ്തപ്പോൾ നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യമേ 2 കുമ്പളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ കുറേ തയ്യോളിങ്ങനെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ അടുത്ത വീട്ടുകാർ അതിൻ്റെ തൊലിയൊക്കെ കൊടുന്നിട്ടിട്ട് അതിമേന്ന് ഉണ്ടായതാ തോന്നുന്നുണ്ട്. പിന്നെ റംബുട്ടാൻ്റെ ഒരു ചെറിയ മരം ഉണ്ട് കേട്ടോ. അതിമേ നല്ലതുപോലെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ തൊടിയിൽ. അപ്പോൾ അതുമൊക്കെ ഒന്നിങ്ങനെ നോക്കി. പിന്നെ വാഴക്കൊലയൊക്കെ ഒടിഞ്ഞാടിയത് എവിടെയെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ കവുങ്ങും തയ്യോളൊക്കെ നല്ല നേരായിട്ടുണ്ട് എന്നൊക്കെ ഉമ്മാനോട് ഇങ്ങനെ പറയാണ് കേട്ടോ ഞാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന്
അതൊക്കെ നോക്കി വാഴക്കൊല ഏതാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ മൂത്തിട്ടില്ല. അപ്പം പറഞ്ഞു അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.